ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ കൊട്ടാരമ്പറ്റം തറവാട്ടിലെ 3-4 ദിവസത്തെ ആഘോഷങ്ങൾക്കൊടുവിൽ കുളത്തൂർ പുഴയിലെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സ്റ്റാൻലി അലീനയും ഔതുക്കുട്ടിച്ചായനും കൂടി. സ്റ്റാൻലി ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ തോട്ടത്തിലേക്ക് പോയി. അലീന ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പൗലോസ് പോയതോടെ പാചകത്തിന്റെ കാര്യങ്ങളെല്ലാം അലീന തന്നെയാണ് നോക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു അതിഥി കൂടി അവിടെ വന്നെത്തി. കാറിന്റെ ശബ്ദം കേട്ട് അലീന ഓടി ചെന്ന് നോക്കി. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും ബാലചന്ദ്രമേനോൻ ഇറങ്ങുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. നായ്ക്കളെ ചെറുതായി ഭയമുള്ളതുകൊണ്ട് തന്നെ ബാലചന്ദ്രമേനോൻ കാറിന്റെ ഡോർ ഹാൻഡിൽ നിന്നും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്നും അലീന ഓടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. ഓർക്കാപ്പുറത്ത് അച്ഛനെ കണ്ടതിലുള്ള സന്തോഷമായിരുന്നു അലീനയ്ക്ക്. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അച്ഛാ, അച്ഛനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവളുടെ ആ വിളിയിൽ അച്ഛനോടുള്ള സ്നേഹവും കരുതലും കുശലാന്വേഷണവും ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചതിലുള്ള നന്ദിയും എല്ലാം ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. നിനക്ക് സുഖാണോടി മോളെ? പിന്നെ അല്ലാതെ അച്ഛൻ എന്ത് തോന്നുന്നു? ആ, ഇത്തിരി കൂടി നിറം വെച്ച പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരല്പം കൂടി മിനുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. അത്രയ്ക്ക് ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അച്ഛാ. 1 മാസമായോ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട്? ആ, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷേ അന്നത്തെ നിന്റെ മുഖം ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ കൊണ്ടിട്ട് നിന്നെ ഉപേക്ഷിച്ചതുപോലെയായിരുന്നു അന്നത്തെ നിന്റെ മുഖഭാവം. ഇവിടെ വേണ്ടായിരുന്നു അച്ഛാ എന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും ആ പരാതി നിന്റെ മനസ്സിലുണ്ടായിരുന്നു, അതെനിക്കറിയാം. അന്ന് നിന്നെ ഇവിടെയാക്കി തിരിച്ചു പോകുമ്പോൾ നീ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തനിച്ചായതിന്റെ വേദന ആ കണ്ണുകളിലുണ്ടായിരുന്നു. അത് മായാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴോ? അച്ഛൻ നിന്നിവിടെ കൊണ്ടാക്കിയത് തെറ്റായിപ്പോയെന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ? അലീനയുടെ മിഴികൾ പെട്ടെന്ന് നനഞ്ഞു. ഇല്ലച്ചാ, ഒരിക്കലുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛനല്ലാതെ വേറെ ആരും ഇങ്ങനൊരു ത്യാഗം ചെയ്യില്ലെന്ന് എനിക്കറിയാലോ നന്നായിട്ട്. ഇതിനു പകരമായി എത്ര കോടി നന്ദി പറയണം ഞാൻ അച്ഛനോട്. അത് കേട്ടതും ബാലചന്ദ്രമേനോന്റെ മനസ്സാകെ നിറഞ്ഞു. പെട്ടെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. നീ എന്നെ ഇവിടെ തന്നെ നിർത്തി വർത്തമാനം പറഞ്ഞ് തിരിച്ചയക്കാനുള്ള പ്ലാനൊന്നുമില്ലല്ലോ? പെട്ടെന്ന് അലീനെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയാ. അയ്യോ, അച്ഛനല്ലേ ഇവിടെ തന്നെ നിന്നത്? അത് പിന്നെ നിന്റെ നായ്ക്കളെ പേടിച്ചിട്ട് നിന്നതാ. ഇവറ്റകളെങ്ങാനും ഉപദ്രവിക്കാൻ വന്ന കാറിൽ ചാടിക്കയറി രക്ഷപ്പെടണ്ടേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. ഇവിടുത്തെ നായ്ക്കള് അങ്ങനെ ആരും ഉപദ്രവിക്കില്ലച്ചാ. ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ അവർക്ക് നന്നായി തിരിച്ചറിയാം. അല്ലെങ്കിലും അമിത ശൗര്യക്കാരിയൊന്നും തുറന്നു വിടാറുമില്ല. ആ, അച്ഛൻ വാ. അലീന ബാലചന്ദ്രമേനോന്റെ കൈ പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി. പെട്ടെന്നാണ് ബാലചന്ദ്രമേനോന് ഓർമ്മ വന്നത്. താൻ അലീനയ്ക്ക് മേടിച്ചതൊന്നും കാറിൽ നിന്ന് എടുത്തില്ലല്ലോ എന്ന്. അയാൾ കാറിനടുത്തേക്ക് പോയി ഡിക്കിയിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തു. എന്നിട്ട് അത് അലീനയുടെ കയ്യിൽ കൊടുത്തു. എന്താ അച്ഛാ അത്? അതോ, അച്ഛൻ മോളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ? താങ്ക് യു അച്ഛാ. അവളത് സന്തോഷത്തോടെ വാങ്ങി. എന്നിട്ട് ബാലേന്ദ്രനെ കൂട്ടി വീടിനകത്തേക്ക് കയറി. ലിവിംഗ് റൂമിലെത്തിയപ്പോൾ ഔതുക്കുട്ടിച്ചായൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. ആരാ മോളെ വന്നത്? അതും കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോനെയും കൂട്ടിക്കൊണ്ട് അലീന ഔതുക്കുട്ടിച്ചായന്റെ മുറിയിലേക്ക് പോയി. വല്യപ്പച്ച, ഇതാ എൻ്റെ അച്ഛൻ. അച്ഛനാണ് പപ്പയെ കണ്ടുപിടിച്ചു തന്നതും എന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചതും. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കുറേ നാൾ അച്ഛൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അത് ശരിയാ. സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് ഞാൻ ആദ്യം വന്നത് അങ്ങോട്ടായിരുന്നു. അവിടെ നിന്നാണല്ലോ ഞാൻ അഡ്രസ്സ് വാങ്ങി ഇങ്ങോട്ടെത്തിയത്. ഓർക്കുന്നില്ലേ? ആ, ശരിയാ, ഇപ്പോൾ ഓർമ്മ വന്നു. തുടർന്ന് ബാലചന്ദ്രമേനോൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാനന്ന് അലീനെ ഇവിടെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ മിക്കതും പുനലൂരായിരിക്കും. ഇവിടെ വന്നതിൽ പിന്നെയാ ഞാൻ ഇവിടെ താമസാക്കിയത്. ഔതക്കുട്ടിച്ചായനെ പരിചയപ്പെട്ട ശേഷം അലീന ബാലചന്ദ്രനെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ എന്താ കുടിക്കാൻ വേണ്ടത്? ചായ, കാപ്പി, ലെമൺ ജ്യൂസ്, നിനക്ക് ഇഷ്ടമുള്ളത് തന്നേക്ക്. ബാലചന്ദ്രമേനോൻ ഒരു കസേരയിലിരുന്നു. അലീന ഓടിപ്പോയി ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. പിണങ്ങിപ്പോയ കുക്ക് തിരിച്ചു വന്നില്ലേ മോളെ? അത് കേട്ടുകൊണ്ട് അലീന ചിരിച്ചുകൊണ്ട് പറയാ. ഇല്ലച്ചാ, ഇതുവരെ വന്നില്ല. ഇപ്പം ഞാനല്ലേ ഇവിടുത്തെ ചീഫ് കുക്ക്. അച്ഛൻ അവിടുത്തെ വിശേഷങ്ങൾ പറ. അപ്പം ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്. അവിടെ എന്തോന്ന് വിശേഷം? എല്ലാം പതിവ് പോലെ നടക്കുന്നു. വൈജയന്തി ജോലിക്ക് പോയി തുടങ്ങിയ വിവരം ഞാൻ എന്നോട് പറഞ്ഞിരുന്നതല്ലേ? അപ്പം അലീന ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ നടക്കാനൊന്നും കുഴപ്പമില്ലല്ലോ? ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ആ, എനിക്കറിഞ്ഞൂടാ, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. അത് കേട്ടുകൊണ്ട് അലീന അയാളുടെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി. തൻ്റെ അമ്മയോടൊപ്പം 22 വർഷക്കാലം സന്തോഷത്തോടെ ജീവിച്ചയാളാണ്. താനാ വീട്ടിൽ ചെന്നതോടു കൂടിയാണ് അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നത്. തൻ്റെ ജന്മരഹസ്യമാണ് അതിന് മൂല കാരണം. ഇനിയെന്തെങ്കിലും അച്ഛനും അമ്മയും പഴയ പോലെ ഒരുമിക്കൂ? അലീന ഏതോ ആലോചനയിൽ മുഴുകി. അത് കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുക. നീ എന്താ ഈ ആലോചിക്കുന്നേ? അപ്പം അലീന പറയുന്നുണ്ട്. എത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു അച്ഛൻ്റേത്. ഞാൻ വന്ന് അതെല്ലാം താറുമാറാക്കിയല്ലോ അച്ഛാ. ഇത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് സ്നേഹമൊന്നല്ല മോളെ, പക്ക ഫേക്കല്ലായിരുന്നു. എൻ്റെ കുടുംബജീവിതം നീ മൂലം തകർന്നല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട. വൈജയന്തി ആദ്യം മുതൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ ഒരു പുല്ല് വില പോലും അവൾ ഇതുവരെ കൽപ്പിച്ചിട്ടില്ല. അവളുടെ ഇഷ്ടം എന്താണോ അത് നടക്കണം. അവൾ ആഗ്രഹിച്ചത് നിറവേറണം. എല്ലായിടത്തും അവളുടെ അധികാരം സ്ഥാപിക്കണം.
ഞാൻ എപ്പോഴൊക്കെ എൻ്റെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അതിനെല്ലാം വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ നീ വീട്ടിൽ വന്നതു മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അധികാരം സ്ഥാപിച്ചും കലഹിച്ചും സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നല്ല സ്നേഹമെന്നത്. സ്നേഹമെന്ന് പറയുമ്പോൾ അതൊരു ഗീവ് ആൻഡ് ടേക്കാ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്യും. സ്നേഹിക്കുന്ന ആളുടെ സന്തോഷങ്ങൾ സ്വന്തം സന്തോഷങ്ങളായും ഏറ്റെടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാനുള്ള മനസ്സാണ് യഥാർത്ഥ സ്നേഹം. പക്ഷേ ഇതെല്ലാം ഒരു വശത്തുനിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത ലഭിക്കൂ. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് നീ വന്നതിൽ പിന്നെയാ. പക്ഷേ അലീനെ വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. അവൾ ചോദിക്കുകയാണ്, അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പക്ഷേ ഇതല്ലല്ലോ കാരണം. അതും കാരണമാണ് മോളെ. എൻ്റെ ഇഷ്ടങ്ങൾ കൂടി കണക്കിലെടുത്ത് എന്നോട് അല്പം സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ അവളോട് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. രോക്ഷം കൊണ്ട് ബാലചന്ദ്രന്റെ മുഖം ചുവക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിക്കൊണ്ട് അലീന ഉടനെ വിഷയം മാറ്റിക്കൊണ്ട് സംസാരിക്കുകയാണ്. അച്ഛൻ ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്നെ കാണാനേ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പപ്പയുടെ തറവാട്ടിൽ പോയതാ പുനലൂര്. എന്നിട്ട് ഇന്നാ തിരിച്ചെത്തിയേ. ഓ അത് ശരി. അവരൊക്കെ എങ്ങനെയാ മോളെ നിന്നോട്? ഇണങ്ങിയോ അതോ ദേഷ്യത്തിലാണോ? ആദ്യം ചെറിയൊരു പിണക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനല്ലേ ആള് അതൊക്കെ അങ്ങ് മാറ്റിയെടുത്തു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ രോഹിത്തിനെ വിളിക്കാറില്ലേ? ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നല്ലോ. എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. നിന്റെ കാര്യങ്ങളൊന്നും ഈ ഇടയായിട്ട് അവൻ എന്നോട് പറയാറില്ല. അപ്പം അലീന പറയുന്നുണ്ട്, ബബിതയും കൃഷ്ണമോളും വിളിച്ചിട്ട് ഇപ്പം 3-4 ദിവസമായി. അവരെല്ലാം നന്നായിരിക്കുന്നു അച്ഛാ. ആ കുഴപ്പമൊന്നുമില്ല. അവർക്കിപ്പോൾ എക്സാം അല്ലേ. കൃഷ്ണമോൾ ഇരുന്ന് പഠിക്കുന്നത് കാണാം. രോഹിത്ത് പിന്നെ മുറിയിൽ കയറി വാലടച്ചാ പിന്നെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെയായി. നീ ഉണ്ടായിരുന്നപ്പോഴത്തെ സ്ഥിതിയല്ല ഇപ്പോൾ. വൈജയന്തി വന്നയുടൻ മക്കൾ തമ്മിലുള്ള യൂണിറ്റി ഇല്ലാതാക്കിയാ ചെയ്തേ. രോഹിത്തിന് അല്പം ക്ഷമയുള്ളതുകൊണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ബബിതയ്ക്ക് പഴയ മൂശയുടെ സ്വഭാവം തുടങ്ങി. ദേഷ്യം വന്ന ഷൗട്ടയും കൈ കിട്ടിയതൊക്കെ വലിച്ചെറിയും. അതാ ഇപ്പോഴത്തെ സ്വഭാവം. അവളും വൈജയന്തിയും കൂടി ചില നേരത്ത് നേർക്ക് നേരെ നിൽക്കുന്നത് കണ്ട കീരിയും പാമ്പും ആണെന്ന് തോന്നും. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാ അവരോട് സംസാരിക്കാത്തത്? ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഐക്യമില്ലാത്തടത്ത് എന്ത് സംസാരിക്കാനാ? ഞാനും മക്കളും ഒരുമിച്ചിരിക്കുന്നത് കണ്ട വൈജയന്തിക്ക് കലി കയറും. പെട്ടെന്ന് കൃഷ്ണമോളെയോ ബബിതയോ വിളിച്ച് എന്തെങ്കിലും പണി കൊടുക്കും. എഴുന്നേറ്റ് ചെന്നില്ലെങ്കിൽ പിന്നെ സ്വൈര്യം കൊടുക്കില്ല. ആ ജോലി ചെയ്യണമെന്നൊന്നുമില്ല, എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാലും മതി. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലിരുന്നുകൊണ്ട് കുട്ടികൾക്ക് ശാന്തമായി സംസാരിക്കാൻ പറ്റുമോ മോളെ? അവർക്കറിയാം ആ ഒത്തുകൂടൽ അമ്മയ്ക്ക് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരാറില്ല. ഉടനെ അലീന പറയുകയാ, അച്ഛന് അമ്മയെ ജയിക്കാൻ കഴിഞ്ഞില്ല, അതല്ലേ സത്യം. മക്കളുടെ മുന്നിൽ അച്ഛൻ എല്ലായ്പ്പോഴും തോറ്റുപോയ ഒരാളാണ്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഒരാൾ മറ്റൊരാളെ ജയിക്കുന്നതാണോ വിവാഹ ജീവിതം? അല്ലല്ലോ. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവളോട് പോരിന് പോയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ തന്നെ തോറ്റുപോയതിൻ്റെ മുഖമാണ് എനിക്ക് ഏറ്റവും ഇണങ്ങുന്നത്. വൈജയന്തിയുടെ മകളാണ് നീ എന്ന സത്യം തിരിച്ചറിഞ്ഞ ആ ദിവസം ഞാൻ എൻ്റെ പരാജയം അംഗീകരിച്ചതാ. മനസ്സുകൊണ്ട് ഞാൻ ആ ബന്ധവും വേർപ്പെടുത്തി. അപ്പം അലീന പറയുന്നുണ്ട്, പക്ഷേ അച്ഛാ ഇതൊന്നും മക്കൾക്കറിയില്ലല്ലോ. അവരും അറിയും, എന്തെങ്കിലും അറിയിക്കും ഞാൻ. അത് കേട്ടുകൊണ്ട് ഒരു ദയനീയ ഭാവത്തോടെ അലീന ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. മഴത്തോരു മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. അലീനയുടെ വിവാഹകാര്യത്തെ ചൊല്ലി ബാലേന്ദ്രൻ സ്റ്റാലിനും തമ്മിൽ ഉടക്കുന്നുണ്ട്. ഇതെല്ലാം ഇനി വരാൻ പോകുന്ന കഥാമുഹൂർത്തങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്